ചിലവും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെംപ്ലേറ്റാണ് ഗൂഗിൾ ഷീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഉപയോഗിക്കേണ്ടത് നാം ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനുവേണ്ടി ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് മേക്ക് എ കോപ്പി എന്ന ഓപ്ഷൻ എടുക്കുക. അത് ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇതിൻ്റെ സെയിം ഒരു കോപ്പി ഉണ്ടാവുന്നതാണ്. ആ കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേക പേര് വെച്ച് കണ്ട് സേവ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വരവ് ചിലവ് നാം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ആദ്യമായി നമുക്ക് ഇതിൻ്റെ ഈ കോളത്തിൽ ക്യാഷ് ഹാൻഡ് എന്ന കോളത്തിൽ പച്ച കളർ കാണാം. അവിടെ നമുക്ക് ഒരു സംഖ്യ എഴുതാം. നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുള്ളത് എത്രയാണെങ്കിൽ ഉദാഹരണത്തിന് 3250 എന്ന് എഴുതി. പിന്നെ എൻ്റെ അക്കൗണ്ട് എത്രയാണുള്ളത് അത് ഞാൻ എഴുതുന്നു. 2583 രൂപ 24 ആ കറക്റ്റ് നമ്മൾ എഴുതിയാൽ കറക്റ്റ് അങ്ങനെ വന്നു. എനിക്ക് എൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരവ് ചിലവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഡേറ്റ് ഇടുമ്പോൾ നമ്മൾ ഇന്നത്തെ തീയതിയാണ് എഴുതുന്നതെങ്കിൽ നേരെ ഇവിടെ ഓപ്പൺ ചെയ്താൽ നേരെ കലണ്ടർ വന്നു. കലണ്ടർ ഓക്കെ കൊടുത്താൽ ആ ഡേറ്റ് വന്നു. ആഗസ്റ്റ് 11 ഇന്ന്. പിന്നെ കാറ്റഗറിയാണ് ഏത് ഐറ്റത്തെയാണ് ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതിൻ്റെ വിഷയങ്ങളാണെങ്കിൽ ആ കടക്കാരൻ്റെ ഉദാഹരണത്തിന് ABC മാർക്കറ്റ് എന്നതിൽ നിന്ന് സാധനം വാങ്ങിയതാണ്. അപ്പോൾ ABC മാർക്കറ്റ് എന്ന് എഴുതി. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ കാറ്റഗറിയൊക്കെ വെച്ചാണ്. ഇനി അവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി വെച്ചാൽ അതൊക്കെ നമുക്കിവിടെ വേണമെങ്കിൽ എഴുതാം. പ്രൈസ് വാങ്ങി സാമ്പിളിന് ഏതാണ് 5 kg അങ്ങനെ നമുക്ക് ഉദാഹരണത്തിന് എത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. കടയിൽ നമ്മൾ വാങ്ങിയപ്പോൾ നമ്മൾ കടമായിട്ടാണ് വാങ്ങിക്കുമെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ ഈ പർച്ചേസിൻ്റെ സാധനങ്ങൾ കടമായി വാങ്ങുന്ന ഈ കുളത്തിൽ തന്നെ എഴുതാം. അപ്പോൾ സാധനങ്ങൾ മൊത്തമായത് 654 റുപ്യാണ്. അപ്പോൾ നമ്മൾ ഓക്കെ ആക്കി. അപ്പോൾ 654 നമുക്ക് കടമുണ്ട്. നമ്മൾ ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വേണമെങ്കിൽ ഇടാം. നമ്മൾ കടം വാങ്ങിയത് ഇന്ന ആളുടെ പേര് എഴുതാൻ മുസ്തഫ എന്നെഴുതി ഒരു 5000 റുപ്യ വാങ്ങി. ക്യാഷ് ആയിട്ടാണ് വാങ്ങിയത്. അതുകൊണ്ട് ഇവിടെ എഴുതണം. അക്കൗണ്ടിലേക്ക് ആണെങ്കിൽ അത് അടുത്ത കോളത്തിൽ എഴുതാം. എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഏത് ഐറ്റത്തെയാണെങ്കിൽ ഡേറ്റ് എഴുതാം. പിന്നെ ഏത് വിഭാഗത്തെയാണെങ്കിൽ അത് എഴുതാം. പിന്നെ എന്തൊക്കെ ചിലവ് വന്നെങ്കിൽ അത് എഴുതാം. നമ്മൾ എന്ത് ചെയ്തു ഉദാഹരണത്തിന് 1350 എഴുതി. ക്യാഷ് അതിൽ നിന്ന് അവിടെ കുറഞ്ഞു. നമ്മൾ അക്കൗണ്ട് വയ്ക്കാൻ ചിലവെങ്കിൽ 2000 എഴുതി. അപ്പോൾ അത് കുറഞ്ഞു. മുമ്പത്തെ കണക്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി നമ്മളിങ്ങനെ കുറഞ്ഞു വരികയാണ്. 4000 നമുക്ക് ക്യാഷായിട്ട് നമ്മൾ ട്രേഡിങ് മുഖേന ലഭിച്ചാണെങ്കിൽ അതുപോലെ എഴുതി. അക്കൗണ്ട് വയ്ക്കുകയാണെങ്കിൽ അത് എഴുതി. അങ്ങനെ എഴുതി വരുമ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ ഓരോ ഡേറ്റ് അനുസരിച്ച് ആ ഡേറ്റ് അനുസരിച്ചുള്ള കണക്കനുസരിച്ച് ഇവിടെ ആ ഡേറ്റ് എത്ര പൈസ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. ക്യാഷ് ഹാൻഡായിട്ട് 3250 പിന്നെ അക്കൗണ്ടായിട്ട് 2553 25 അങ്ങനെ ടോട്ടൽ കിട്ടിയിരുന്നു. പിന്നെ അതോടുകൂടെ ഇതിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് ഓരോ നമ്മൾ അവസാനത്തെ ഡേറ്റ് വെച്ചാൽ അതിനനുസരിച്ച് നാം അവസാനം കൊടുത്ത സംഖ്യക്കനുസരിച്ചുള്ളത് ഇവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ അതിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കറക്റ്റ് നമുക്കിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ക്യാഷ് ഹാൻഡ്, ക്യാഷ് അക്കൗണ്ട്, പിന്നെ ടോട്ടലുള്ളതും. അപ്പോൾ നമ്മളെ വരവും ചിലവും വളരെ കൃത്യമായി ട്രാക്ക് ചെയ്യാനാണ് നമുക്ക് ഇതുകൊണ്ട് കഴിയുന്നത്. ഇത്തരമുള്ള ടെംപ്ലേറ്റ് നിങ്ങൾ ഉപയോഗിച്ച് അതിൻ്റേതായ റിസൾട്ട് നൽകണം. 88 488 19 145 എന്ന നമ്പറിലേക്ക്.